പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ നിശബ്ദ രാഷ്ട്രീയം, പെൺ സാഹിത്യത്തിലെ നിശബ്ദ രാഷ്ട്രീയം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംഭാഷണവും സംവാദവും ആണ് ഇവിടെ നടക്കുന്നത്. പെണ്ണെഴുത്ത്, ആണെഴുത്ത് എന്നൊക്കെ വേർതിരിച്ച് നാം അറിയുന്നതിന് മുൻപ് തന്നെ, വളരെ കാലം മുൻപ് തന്നെ സ്ത്രീകളുടെ എഴുത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. അറിയാവുന്ന ഒരു കാര്യം, ഈ ലോകത്തെ സ്ത്രീയുടെ കണ്ണിലൂടെ കാണുമ്പോഴും പുരുഷൻ്റെ കണ്ണിലൂടെ കാണുമ്പോഴും എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പെണ്ണെഴുത്തും ആണെഴുത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പെണ്ണ് എഴുതുമ്പോൾ ഈ ലോകത്തെ സ്ത്രീ കാണുന്നത് വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിലൂടെയാണ്. അത് വേണമെന്ന് വിചാരിച്ച് അങ്ങനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല. പക്ഷെ സ്ത്രീയുടെ ലോകം എന്തായാലും വ്യത്യസ്തമായ ഒന്ന് തന്നെയാണ്. അതിന് അവളെ പ്രാപ്തയാക്കുന്നത് ഈ ലോകത്തെ പല അനുഭവങ്ങളും അവൾ എങ്ങനെ ആ അനുഭവങ്ങളെ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ അനുഭവങ്ങൾ സ്ത്രീക്ക് വരുന്നത്, അല്ലെങ്കിൽ സ്ത്രീ എങ്ങനെയാണ് ആ അനുഭവങ്ങളോട് സംവദിക്കുന്നത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്ത്രീയുടെ ഇതിനെ കുറിച്ച് പറയുന്നത്. പെണ്ണെഴുത്ത് എന്ന രീതിയിൽ അപ്പോൾ നമുക്കത് ചോദിക്കാം, ഫെമിനിസം എന്ന് പറയുന്നത് അത് തന്നെയല്ലേ എന്ന്. അത് തന്നെയാണ് ഫെമിനിസം. നമ്മുടെ മലയാള സാഹിത്യത്തിലെ കെ സരസ്വതി അമ്മ, ലളിതാംബിക അന്തർജനം, രാജലക്ഷ്മി, മാധവിക്കുട്ടി എന്നിങ്ങനെ ആ നിര നീണ്ടു പോകുന്ന ആ നിരയിൽ നമുക്കറിയാം പെണ്ണെഴുത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. പലപ്പോഴും ജീവിതം ഒരു തരത്തിൽ വഴിമുട്ടി നിൽക്കുന്ന പോലെ തോന്നുന്ന പലതരത്തിലുള്ള സ്ത്രീ ജനങ്ങളെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. സരസ്വതി അമ്മ വാസ്തവത്തിൽ ഒരു പ്രത്യേക കാലഘട്ടം കഴിച്ചുകൂട്ടി അവർ ജീവിതത്തോട് വല്ലാത്ത വിരസത തോന്നിയിട്ട് അവസാനിപ്പിക്കുകയാണ്. അതേസമയത്ത് നമുക്കറിയാം രാജലക്ഷ്മി ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പലരും ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഏതെല്ലാം തരത്തിലുള്ളതായ ജീവിതാനുഭവങ്ങളോട് ഏതെല്ലാം തരത്തിൽ സംവദിക്കണമെന്നറിയാതെ ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ഈ നിശബ്ദ രാഷ്ട്രീയം, അല്ലെങ്കിൽ സ്ത്രീയുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ പെണ്ണെഴുത്ത്, അല്ലെങ്കിൽ ഫെമിനിസം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നു പോകുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, പിന്നീട് ഇതേമാതിരി തന്നെ ജീവിതം തനിക്കൊരു വല്ലാത്തൊരു ഭാരമായി തോന്നിയപ്പോൾ അവസാനിപ്പിച്ചു പോയ ഒരു എന്താ പറയണ്ടത്, ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരിയെ കുറിച്ചാണ് എനിക്ക് ഓർക്കാൻ തോന്നുന്നത്. പേര് ഞാൻ പെട്ടെന്ന് വെർജീനിയ വുൾഫ് എന്ന പേരിൽ ഉള്ള ഒരു എഴുത്തുകാരി. അവർ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് പെണ്ണെഴുത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിച്ചിട്ടുള്ളത് വെർജീനിയ വുൾഫ് ആണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പെണ്ണെഴുത്തിലെ ഇടം നമുക്കറിയാം. ഒരിടം, അതായത് സ്ത്രീക്ക് ഒരു ഇടം വേണം. അവർ പറയുന്നത് സ്ത്രീക്ക് ഒരിടം എന്ന് പറയുന്നത് സ്ത്രീക്ക് ഒരു ചെറിയൊരു സാമ്പത്തിക സുരക്ഷിതത്വവും അതിനോടൊപ്പം ഒരിടം ഇരുന്ന് എഴുതാനാണെങ്കിലും എഴുതിക്കൊണ്ട് പോയി ആ എഴുതുന്നതിനെ കുറിച്ച് ചിന്തിക്കാനാണെങ്കിലും ഒക്കെയുള്ളതായ ഒരിടം കൂടി വേണമെന്ന് ആദ്യമായിട്ട് സ്ത്രീയുടെ പക്ഷത്തു നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് വെർജീനിയ വുൾഫ്. അവരുടെ ഒരുപാട് ലേഖനങ്ങൾ നമ്മൾ കാണുന്നത് സ്ത്രീ രാഷ്ട്രീയത്തെ, സ്ത്രീയുടെ എഴുത്തിനെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്.
പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പെണ്ണെഴുത്തിനെ കുറിച്ച് സംസാരിച്ച് പെണ്ണിനെ ഒരു ഇടം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഇടം കിട്ടാൻ വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ 58-ാമത്തെ വയസ്സിൽ അവർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ അതായത് തൻ്റെ ജീവിതം കൊണ്ട് ഒരു വ്യക്തമായ ഒരു തീരുമാനം, ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയം കണ്ടെത്താൻ കഴിയാതെ ആ ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന ഒരു എഴുത്തുകാരിയാണ് നമ്മൾ ഇവരിൽ കാണുന്നത്. പിന്നീട് നമുക്കറിയാം അത് ഒരു പ്രോത്സാഹനം മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്ത്രീ നിശബ്ദ രാഷ്ട്രീയമായിട്ട് സ്ത്രീയുടെ എഴുത്തിനെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ അത് നമ്മെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഈ വെർജീനിയ വൂൾഫിൻ്റെ എഴുത്ത് ലോകം തന്നെയാണ്. പിന്നെ നമുക്കറിയാം മലയാളത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം കെ സരസ്വതി അമ്മ ഒരുപാട് കാലം, അതായത് ഏതാണ്ട് 50-ഓളം വയസ്സ് വരെ എഴുതിയിട്ടുള്ള സ്ത്രീയാണ്. പക്ഷെ അവരുടെ എല്ലാ എഴുത്തിലും നമ്മൾ കാണുന്നത് അവഹേളനവും അവഗണനയും ഏറ്റുവാങ്ങുന്ന സ്ത്രീയുടെ ജന്മം, നിഷ്ഫലമായി പോകുന്ന ജന്മത്തെക്കുറിച്ചുള്ള വേദനകളാണ് നമ്മൾ അവരുടെ കഥകളിലൊക്കെ എപ്പോഴും കാണുന്നത്. അവരുടെ കഥകളും അവരുടെ അത്തരത്തിലുള്ളതായ എഴുത്തിൻ്റെ പ്രത്യേകത, സ്ത്രീ ജന്മം എന്ന പേരിൽ തന്നെ അവരെഴുതിയിട്ടുള്ള കുറേയേറെ കഥകളുണ്ട്. അതിലെല്ലാം അവർ പറയുന്നത് ഈ സ്ത്രീയുടെ അവഗണനയെക്കുറിച്ചാണ്. പുരുഷ മേധാവിത്വം സ്ത്രീക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് വേദനകൾ, നിശബ്ദമായ വേദനകൾ, അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ളതായ ശ്രമമാണ് അവരിൽ നമ്മൾ കാണുന്നത്. അവർ വീട്ടിലും കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അവഗണന ഏറ്റുവാങ്ങി അന്നത്തെ കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വരും വളരെയേറെ പ്രാധാന്യം കിട്ടാതിരുന്നൊരു കാലഘട്ടത്തിൽ എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു സരസ്വതി അമ്മ. പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി ഇതുകൊണ്ട് എനിക്കൊന്നും നേടാൻ കഴിയില്ല, എനിക്ക് നേടാൻ കഴിയുന്നത് മുഴുവൻ ഈ പുരുഷ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് അവഗണനകൾ സ്വയം ഏറ്റെടുക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ള തോന്നൽ വരുന്ന ഒരു കാലഘട്ടത്തിൽ അവരവസാനം അവരും ജീവിതത്തോട് വിടവാങ്ങുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണുന്നു. അത് വളരെ ബോൾഡായിട്ട്, അതായത് വളരെ ശക്തിയായി ആർജിച്ചുകൊണ്ട് വളരെയേറെ തൻ്റെ ഇടത്തോടു കൂടി സംസാരിക്കുന്നു, തൻ്റെ ഇടത്തോടു കൂടി നിന്നിരുന്ന ഒരു സ്ത്രീയാണ് സരസ്വതി അമ്മ. അവർ മരിച്ചപ്പോഴും അവരെക്കുറിച്ച് MT മാതൃഭൂമിയിൽ എഴുതിയ ചില വാചകങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. അത്രയേറെ ശക്തിയേറിയ ഒരു കഥാപാത്രമായിട്ടാണ് അവർ കാണുന്നത്. അതേ സമയത്ത് വളരെയേറെ പേലവമായ അല്ലെങ്കിൽ വളരെയേറെ ഒട്ടും ആർജിക്കാതെ, ഒട്ടും തൻ്റെ ഇടത്തോട് നിൽക്കാൻ കഴിയാതെ, താൻ പറയുന്നതൊക്കെ മറ്റു പലരെയും കുറ്റപ്പെടുത്തുന്നത് പോലെ ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഒരു ആ എഴുത്തിൻ്റെ ലോകം അവസാനിപ്പിച്ച് താൻ മടങ്ങുകയല്ലേ നല്ലത് എന്ന് മനസ്സിൽ കരുതിയിരുന്ന ഒരു എഴുത്തുകാരിയാണ് രാജലക്ഷ്മിയുടെ ഞാനെന്ന ഭാവം, ഉച്ചവെയിലുള്ള നിലാവും, ആ കൃതികളൊക്കെ വരുന്ന കാലത്ത് ഞാനെന്ന ഭാവം കഴിഞ്ഞു, ഉച്ചവെയിലുള്ള നിലാവും പകുതി ആയപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. അവരാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. ഒറ്റപ്പാലം NSS കോളേജിൽ വർക്ക് ചെയ്തിരുന്ന കാലത്താണ് അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് അവരെന്തെഴുതിയാലും അത് അവരുടെ പരിചയ സീമയിലുള്ള ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണ് അവർ എഴുതുന്നത് എന്ന് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാർ അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്ക് എഴുതാൻ പറ്റും, അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും എഴുതുകയും ചെയ്യണമെങ്കിൽ ഞാൻ ജീവിക്കാതിരിക്കുകയാണ് എന്ന ഇതോട് അവർ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ
നമുക്കറിയാം അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നൊന്നും ഇല്ലെങ്കിലും തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ഒരു ഒരു എഴുത്തുകാരിയാണ് ലളിതാ പി അന്തർജനം. നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് പെണ്ണെഴുത്തിൻ്റെ ആൾക്കാർ പടുമുള പോലെ ഞെട്ടി മുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആദ്യ കാലഘട്ടത്തിലെ 3-4 പേരെ കുറിച്ച് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് പെണ്ണെഴുത്താണോ ആണെഴുത്താണോ അല്ലെങ്കിൽ പെണ്ണെഴുതാൻ വേണ്ടി പെണ്ണിനെ പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു കാലഘട്ടമാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച പുരോഗമിക്കുന്നതനുസരിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇതിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ 3-4 എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയും അടുത്തത് ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ പ്രമുഖ എഴുത്തുകാരിയായ ഡോക്ടർ KP സുധീരയെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.